നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശിമാരി തലവനായ മോശയുടെ 5-ാം പുസ്തകത്തിൽ നിന്നും പറയുമോ. സ്തുതിയും നാലാതിൻ്റെ അനുഗ്രഹങ്ങളും നീക്കുമുണ്ടായിരിക്കട്ടെ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ മാർഗങ്ങളിൽ നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ദൈവകൽപ്പനകളും നിയമങ്ങളും നിന്റെ നന്മയ്ക്കായി അനുസരിക്കുകയും വേണം. എന്നല്ലാതെ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് മറ്റൊന്നും ചോദിക്കുന്നില്ല. ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതെല്ലാം നിന്റെ ദൈവമായ കർത്താവിൻ്റേതാകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം കർത്താവിന് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ള രീതിയിൽ അവനെ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകിയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിശോധന ചെയ്യുവീൻ. ഇനിമേൽ മത്സരികളാവരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവാദിദൈവവും കർത്താദി കർത്താവും ശക്തനും ഭയങ്കരനുമായ മഹാദൈവം അത്രേ. അവന് മുഖപക്ഷമില്ല, പ്രതിഫലം വാങ്ങുന്നുമില്ല. അവൻ അനാഥർക്കും വിധവന്മാർക്കും ന്യായം പാലിക്കുന്നു. പരദേശിയെ സ്നേഹിച്ചവന് ഭക്ഷണവും വസ്ത്രവും നൽകുന്നു. ആകിയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ. നിങ്ങളും ഇസ്രായേൽ ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിന്റെ മഹിമ, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ അത്രേ. നിന്റെ പിതാക്കന്മാർ 70 പേർ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ വർദ്ധിപ്പിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കിയിരിക്കുന്നു. ആകിയാൽ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും നിയമങ്ങളും വിധികളും കൽപ്പനകളും എപ്പോഴും പാലിക്കണം. പാറയ്ക്കുമോ. മഹത്വമുള്ള നേശിയ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോ. നാലാൻ്റെ അനുഗ്രഹങ്ങളും നീക്കുമുണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആകിയാൽ നിങ്ങൾ എന്നോട് എന്നെ ആരോടാണ് ഉപമിക്കുന്നത്? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണുമേലോട്ട് ഉയർന്നു നോക്കുവീൻ. ഇവയെ സൃഷ്ടിച്ചത് ആര്? അവൻ അവയുടെ സൈന്യത്തെ ക്രമത്തെ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ശക്തി മഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും തെറ്റിപ്പോവുകയില്ല. എന്നാൽ എൻ്റെ വഴി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എൻ്റെ വിധി എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബ് നീ പറയുകയും ഇസ്രായേലേ, നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? കർത്താവ് നിത്യദൈവം. അവൻ ഭൂമിയുടെ അതിർത്തികളെ സൃഷ്ടിച്ചു. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവൻ്റെ ബുദ്ധിക്ക് അതിരില്ല.
അവൻ ക്ഷീണിതന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. യുവാക്കൾ ക്ഷീണിച്ച് തളർന്നു പോകും, യുവാക്കൾ ഇടറി വീഴും. എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ പ്രാവിനെന്ന പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പാറയ്ക്കുമോ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.